Hello students. So again in the series of learning Python programming, this is our third video. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് basic concepts of problem solving in a computer. Okay. Before that we will see a small topic that is hardware and software. അപ്പോൾ ഹാർഡ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ഫിസിക്കൽ കോമ്പണൻറ്റ്സ്. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ കോമ്പണൻ്റ് ആണ്. അതായത് ലൈക്ക് മോണിറ്റർ, മൗസ്, കീബോർഡ്, ഇതൊക്കെയാണ് ഹാർഡ്വെയർ കോമ്പണൻറ്റ്സ്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്താണ്? സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. ഓക്കെ, നൗ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വി ഹാവ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഹാർഡ്വെയർ കോമ്പണൻറ്റ്സും ഉണ്ട്, അതുപോലെ സോഫ്റ്റ്വെയറും ഉണ്ട് അല്ലേ? നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ ഫോണിൽ നമുക്ക് എന്താണ് കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്, കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ലൈക്ക് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ എക്സെട്ര. ഹാർഡ്വെയർ കോമ്പണൻറ്റ്സ് ഏതാണ്? മെമ്മറി, പിന്നെ സ്പീക്കർ, ദേ ആർ ഓൾ ഹാർഡ്വെയർ കോമ്പണൻറ്റ്സ്. സോ എ കമ്പ്യൂട്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ വൈ വി ആർ സ്റ്റഡിങ് ദിസ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? അതാണ് മെയിൻ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവണം. അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദർ ആർ മെനി ടൈപ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും. അപ്പോൾ വൺ ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് പൈത്തൺ. ഓക്കെ, സോ ദിസ് ഈസ് വൈ വി ആർ ലേണിംഗ് ദ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ദറ്റ് ഈസ് ടു ക്രിയേറ്റ് ദ സോഫ്റ്റ്വെയർസ്. അപ്പോൾ ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ, അതായത് ഈ ഫുൾ പ്ലേലിസ്റ്റിലൂടെ നമ്മൾ പൈത്തൻ്റെ ബേസിക് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നൗ കമ്മിങ് ബാക്ക് ടു ദ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പ്രോബ്ലം സോൾവിങ് ഇൻ എ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതായത് നമുക്കൊരു ടാസ്ക് സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സിലൂടെയാണ് ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പാണ് അനലൈസിങ് ദ പ്രോബ്ലം. സോ ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് എ പ്രോബ്ലം. നമ്മൾ ഏത് കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഫസ്റ്റ് നമുക്ക് ആ പ്രോബ്ലം എന്താണ്, ഇറ്റ് ഷുഡ് ബി വെൽ അണ്ടർസ്റ്റുഡ്. ബിക്കോസ് നമുക്ക് ഒരു പ്രോബ്ലം കറക്റ്റായിട്ട് മനസ്സിലായാൽ നമുക്ക് എന്താണ് ഫൈനലി നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടും. If we don't understand the problem properly, then how can we get the solution properly, isn't it? അപ്പോൾ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം എന്താണ് അതിനെ നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നു, അതുപോലെ അതിനെ അനലൈസ് ചെയ്യുന്നു. നമുക്ക് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഡെവലപ്പിംഗ് ആൻ അൽഗോറിതം. അപ്പോൾ അൽഗോറിതം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ആണ്. ഓക്കെ, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അൽഗോരിതം. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങൾ പ്രോബ്ലമിനെ അനലൈസ് ചെയ്തു, അൽഗോരിതം ഡെവലപ്പ് ചെയ്തു അല്ലേ? നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ഈസ് കോഡിങ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അൽഗോരിതമിനെ ഒരു കോഡിങ്, അതായത് ഒരു പ്രോഗ്രാമിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അക്കോർഡിംഗ് ടു അവർ പ്രോബ്ലം we can choose any language of our choice. So coding means for example ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന കോഡാണ്, ആ ഒരു പ്രോസസ്സാണ് കോഡിംഗ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ്. ഇപ്പോൾ നമ്മൾ എഴുതിയ പ്രോഗ്രാം അത് കറക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? വി ഹാവ് ടു ടെസ്റ്റ്, വി ഹാവ് ടു പെർഫോം സം ടെസ്റ്റ് ബേസ്ഡ് ഓൺ വേരിയസ് പാരാമീറ്റേഴ്സ് ആൻഡ് ദ പ്രോഗ്രാം ഷുഡ് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ യൂസർ. നമ്മൾ ആ എഴുതിയ കോഡ് കറക്റ്റ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. എങ്ങനെയാണ്? നമ്മൾ ഇൻപുട്ട് കൊടുക്കും, നമ്മൾ കൊടുത്ത ഇൻപുട്ടിന് കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ ഇല്ലേന്ന് നമ്മൾ ഈ സ്റ്റേജിലാണ് ചെക്ക് ചെയ്യുന്നത്. ഇൻ കേസ് ഇഫ് ദർ ആർ എറേഴ്സ്, അതായത് നമുക്ക് ഞങ്ങൾ എഴുതിയ പ്രോഗ്രാംസിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു സ്റ്റേജിലാണ് കറക്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ കറക്ഷൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഡീബഗിങ്. സോ ഡീബഗിങ് മീൻസ് കറക്റ്റിംഗ് ദ or removing the errors in the program. Okay, now ടെസ്റ്റിംഗ് ചെയ്തു, ഡീബഗിങ് ചെയ്തു, ഒരു എറേഴ്സ് ഇല്ല എന്ന് പറയാം. അപ്പം നെക്സ്റ്റ് നമ്മൾ എന്താണ്, മെയിൻ്റനൻസ് ആണ്. നമ്മൾ ഒരു പ്രോഗ്രാം എഴുതിയ ശേഷം അതിനെ ടെസ്റ്റ് ചെയ്യും ആൻഡ് എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ആണ് ചെയ്യുന്നത്, അതായത് ഡീബഗിങ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ പ്രോഗ്രാം ഈസ് റെഡി, isn't it? The program is ready, the software is ready. പിന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇൻ ഫ്യൂച്ചർ if you want to update and if there is any some issues we have to do the maintenance. അപ്പോൾ ഇതൊക്കെയാണ്
ഞങ്ങൾ പ്രോബ്ലം സോൾവിങ് ഇൻ എ കമ്പ്യൂട്ടർ പഠിക്കുന്നത്. ഓക്കെ, അനലൈസിങ് ദ പ്രോബ്ലം, developing an algorithm, coding, testing and debugging, and maintenance. I hope you don't have any doubts. Even though if you are having any doubts, do post as comments in this chat, in this video. Thank you.